പരീക്ഷ എഴുതിയ സെന്റർ ആണെന്ന് പറഞ്ഞിട്ട് പരീക്ഷാ കേന്ദ്രത്തിൽ ചെന്നിട്ട് ആ സ്റ്റഡി സെന്ററുകൾ, അതായത് NIOSന്റെ എല്ലാ സ്റ്റഡി സെന്ററുകളും ഇപ്പോ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. ചില സ്റ്റഡി സെന്റർ ഒക്കെ നമുക്കറിയാം അടച്ച് പൂട്ടി പോയിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിജി ലോക്കറിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് വരുന്നതായി. നിങ്ങളുടെ അച്ഛന്റെ പേരോ അല്ലെങ്കിൽ അമ്മയുടെ പേരോ നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ തെറ്റുകൾ ഉണ്ടാവാതിരിക്കാം. എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന വേറൊന്നുമല്ല, നമ്മുടെ NIOS 2026 ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതിയിട്ടുള്ള 10ാം ക്ലാസ് പ്ലസ് ടു വിദ്യാർത്ഥികൾ. നമ്മുടെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു പ്രധാന ചോദ്യം എന്ന് പറയുന്നത് എന്നാണ് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരിക എന്നുള്ളതായിരിക്കും അല്ലെ. ഇപ്പൊ നമുക്കറിയാം, നിലവിൽ നമ്മുടെ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ റിസൾട്ട് ആണ് NIOS ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇനി 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരാനായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും NIOS 2026 ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതിയ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ ചാനലിലൂടെ ആ ഒരു വിവരം നിങ്ങളിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്നിരുന്നാലും ഈ ഒരു 10ാം ക്ലാസ്സിന്റെയും പ്ലസ് ടുവിന്റെയൊക്കെ റിസൾട്ട് വന്നതിന് ശേഷം നമ്മുടെ സർട്ടിഫിക്കറ്റ് എന്നാണ് ലഭിക്കുക, ഇതൊരു പ്രധാന ചോദ്യം തന്നെയാണ്. അപ്പോൾ അതിനുള്ള ഒരു ആൻസറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബാച്ചിലേക്ക്, അതായത് NIOS 2027 ഏപ്രിൽ ബാച്ചിലേക്കുള്ള 10ാം ക്ലാസ് പ്ലസ് ടു കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻസ് LB അക്കാദമി ഓൺലൈൻ ക്ലാസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ 10ാം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ 2026 ഒക്ടോബർ മാസത്തിലെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും വിഷയങ്ങൾ ട്യൂഷൻ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ, സ്ട്രീം 2 അഡ്മിഷൻസ് എന്നിവയിലേക്കും ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും NIOSനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിലും ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ, തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിലേക്ക് കിടക്കാം. നമുക്കറിയാം, നമ്മുടെ റിസൾട്ട് വന്നതിന് ശേഷം ഒരു 4 അല്ലെങ്കിൽ 6 ആഴ്ചകൾക്ക് ശേഷമായിരിക്കും നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുക. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ജൂൺ മാസത്തിൽ ജൂൺ ഫസ്റ്റ് വീക്ക് തന്നെ നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ജൂൺ ലാസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റ് വീക്കോടുകൂടി നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പൊ 10ാം ക്ലാസ്സുകാരെ സംബന്ധിച്ച് റിസൾട്ട് വരാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു ജൂൺ ലാസ്റ്റ് ജൂലൈ ഫസ്റ്റ് വീക്ക് എന്നുള്ള രീതിയിൽ തന്നെ എടുക്കാവുന്നതാണ്. അപ്പൊ ജൂലൈ ഫസ്റ്റ് വീക്ക്, ജൂലൈ സെക്കൻഡ് വീക്ക് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അതത് സ്റ്റഡി സെന്ററുകളിൽ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റുകൾ സ്റ്റഡി സെന്ററുകളിൽ എത്തിച്ചേരും എന്ന് പറയുമ്പോൾ കുറെ കുട്ടികളുടെ അല്ലെങ്കിൽ കുറെ വിദ്യാർത്ഥികളുടെ സംശയമാണ്, സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് നമ്മൾ അഡ്മിഷൻ എടുത്ത സ്കൂളാണോ അല്ലെങ്കിൽ നമ്മൾ അഡ്മിഷൻ എടുത്ത ഏതെങ്കിലും സ്ഥാപനങ്ങളാണോ എന്നൊക്കെ ഉള്ളതാണ് നിങ്ങളുടെ ഡൗട്ട് എന്ന് പറയുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, NIOSന്റെ സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ ID കാർഡിൽ കൊടുത്തിരിക്കുന്ന, NIOSന്റെ ID കാർഡ് ഉണ്ടല്ലോ, ആ ID കാർഡിൽ കൊടുത്തിരിക്കുന്ന സെന്റർ ഏതാണോ അതാണ് നിങ്ങളുടെ എന്തെന്ന് പറയുന്നത് സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റഡി സെന്ററുമായിട്ടാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് കേട്ടോ. ചില വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും, പരീക്ഷ എഴുതിയ സെന്റർ ആണെന്ന് പറഞ്ഞിട്ട് പരീക്ഷാ കേന്ദ്രത്തിൽ ചെന്നിട്ട് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് ചെല്ലും. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ എക്സാം എഴുതിയ ആ ഒരു സെന്റർ അല്ല സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത്. NIOSന്റെ ID കാർഡിലുള്ള സെന്റർ ഏതാണോ അതാണ് നമ്മുടെ സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് വേണം നമ്മുടെ സർട്ടിഫിക്കറ്റ് പോയി നമ്മൾ കളക്ട് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇൻ കേസ് നമുക്കറിയാം എല്ലാ സ്റ്റഡി സെന്ററുകളും, അതായത് NIOSന്റെ എല്ലാ സ്റ്റഡി സെന്ററുകളും ഇപ്പോ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. ചില സ്റ്റഡി സെന്റർ ഒക്കെ നമുക്കറിയാം അടച്ച് പൂട്ടി പോയിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അതായത് നിങ്ങളുടെ ഏതെങ്കിലും സ്റ്റഡി സെന്റർ ഇപ്പൊ പ്രവർത്തിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചു ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് തന്നെ NIOSന്റെ റീജിയൻ സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്യുക. സോ നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റഡി സെന്റർ ഏതാണെന്ന് മനസ്സിലാക്കി അവിടെ പോയി വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാനായിട്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അതേപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഞാൻ പറഞ്ഞു റിസൾട്ട് വന്നതിന് ശേഷം ഒരു 4 അല്ലെങ്കിൽ 6 ആഴ്ച എന്നുള്ളൊരു കണക്ക് പറഞ്ഞു അല്ലെ. അതിനു മുൻപ് തന്നെ എന്താണ്, നമുക്ക് ഡിജി ലോക്കറിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് വരുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളിപ്പോൾ ഹയർ സ്റ്റഡീസിനൊക്കെ ജോയിൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചിലപ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഈ NIOSന്റെ പാസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അവിടെ കൊടുക്കേണ്ടി വരും അല്ലെ. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, ഈ ഡിജി ലോക്കർ എന്ന് പറയുന്ന ആപ്പിൽ നിന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അവിടെ ഹാജരാക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇപ്പൊ എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ഹയർ സ്റ്റഡീസിന് ജോയിൻ ചെയ്യുന്ന സമയത്ത് ചില സ്ഥാപനങ്ങൾ നമ്മൾ പറയും ഇന്ന ഡേറ്റിൽ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇവിടെ ഹാജരാക്കണം
അല്ലെ? അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ടാവില്ല. ആകെപ്പാടെ നമ്മുടെ കയ്യിലുണ്ട് ഉള്ളത് എന്തായിരിക്കും? ഈ റിസൾട്ടിന്റെ കോപ്പി ആയിരിക്കും. അപ്പൊ അതുമായിട്ട് ചെല്ലുമ്പോൾ അവർ ചിലപ്പോൾ റിജക്ട് ചെയ്യും. ഇത് പറ്റത്തില്ല, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയും. അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു ടൈമിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ ഡിജി ലോക്കറിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഡിജി ലോക്കർ എന്ന് പറയുന്ന ആപ്പിൽ നിന്ന്, അത് ഒന്നുമില്ല, നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറി ഡിജി ലോക്കർ എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇതിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ മൊബൈൽ നമ്പർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. ആധാർ നമ്പർ ഒക്കെ കൊടുത്ത് നിങ്ങൾ ഏത് വർഷത്തിലാണോ പാസ് ഔട്ട് ആയിരിക്കുന്ന ആ ഒരു വർഷമൊക്കെ കൊടുത്ത് നിങ്ങൾ ഏത് ബോർഡിന്റെ കീഴിലാണ്, നമുക്കറിയാം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആണ് അല്ലെ, അപ്പൊ അതൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ആ ഒരു ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അവിടെ ഹാജരാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഒന്ന് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതും നമുക്ക് വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ്. അത്യാവശ്യമുള്ള കേസ് ആണെങ്കിൽ ഈ ഡിജി ലോക്കറിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സ്റ്റഡി സെന്ററുകളിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഡിജി ലോക്കറിൽ നിന്ന് നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് എന്നാണ് ആപ്പിൽ വരുന്നതെന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് നിങ്ങളെ അറിയിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഡൗൺലോഡ് എടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ റിസൾട്ട് വന്ന സമയത്ത് നിങ്ങളുടെ അച്ഛൻ്റെ പേരോ അല്ലെങ്കിൽ അമ്മയുടെ പേരോ നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ തെറ്റുകൾ ഉണ്ടാവായിരിക്കാം. അപ്പം ഇങ്ങനെ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യേണ്ട സമയം ഈ ഒരു ടൈമാണ് കേട്ടോ. അതായത് റിസൾട്ട് വന്നതിന് ശേഷം 30 ദിവസത്തിന് മുൻപ് തന്നെ ഇങ്ങനെയുള്ള കറക്ഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നോക്കുക. കാരണം അങ്ങനെ എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ നിങ്ങളുടെ റിസൾട്ടിൽ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അച്ഛൻ്റെ പേരോ അമ്മയുടെ പേരോ നിങ്ങളുടെ പേരോ അല്ല നിങ്ങളുടെ ജനന തീയതിയോ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് തന്നെ ഇപ്പോൾ തന്നെ അത് അപ്ലൈ ചെയ്ത് അത് കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. കറക്ഷൻ ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അതല്ലെങ്കിൽ പിന്നെ സർട്ടിഫിക്കറ്റ് വന്നിട്ട് അത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ പുറകെ നടക്കാനേ നിങ്ങൾക്ക് സമയം ഉണ്ടാവുള്ളൂ. സോ അതിന് മുമ്പ് തന്നെ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ സർട്ടിഫിക്കറ്റ് എന്നാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരുന്നത് എന്നുള്ളത് പറഞ്ഞു തന്നു. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരുന്നതിന് മുൻപ് തന്നെ ഡിജി ലോക്കർ എന്ന് പറയുന്ന ആപ്പിൽ സർട്ടിഫിക്കറ്റ് വരുമെന്ന് പറഞ്ഞു ഇല്ലേ. അത്യാവശ്യ കേസിലൊക്കെ നമുക്ക് അത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റഡി സെന്ററുകൾ പൂട്ടിക്കിടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ റിസൾട്ട് വന്നതിനകത്ത് എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യണമെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ 10ാം ക്ലാസ് ആണെങ്കിലും +2 വിദ്യാർത്ഥികളാണെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇനി NISനെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പുതിയ അപ്ഡേഷൻസ് വരുമ്പോൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് നമ്മളത് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ ഇനിയും നമ്മുടെ വീഡിയോസ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നിർത്തുന്നു. NISനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.